ഉൽപ്പത്തി പുസ്തകം 32 അധ്യായത്തിൻ്റെ 23 വാക്യം. തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തിയ ശേഷം യാക്കോബ് തനിയെ ശേഷിച്ചു. തനിയെ ശേഷിക്കുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ജീവിതയാത്രയിൽ നാം തനിയെ ശേഷിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. യാക്കോബിൻ്റെ ജീവിതത്തിൽ യാക്കോബ് തനിയെ ശേഷിച്ചിരിക്കുന്ന ഒരു സമയം. ആ സമയം യാക്കോബ് എന്താണ് ചെയ്തത്? ദൈവസന്നിധിയിൽ യാക്കോബ് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നു, യാക്കോബ് ദൂതനുമായി മല്ലുപിടിച്ചു. കോശിയ പ്രവചനം നമ്മൾ പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് പറയുന്നത് യാക്കോബ് കരഞ്ഞ് അപേക്ഷിച്ചു. തനിയെ ശേഷിച്ചപ്പോൾ യാക്കോബ് ചെയ്തത് ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിച്ചു. നമ്മുടെ ജീവിതത്തിൽ നാം തനിയെ ശേഷിക്കുമ്പോൾ ഭക്തന്മാർ നമുക്ക് കാണിച്ചു തന്ന മാതൃകയാണ് ദൈവസന്നിധിയിൽ കരഞ്ഞ് അപേക്ഷിക്കുക എന്നുള്ളത്. ദൈവഭക്തനായ യോസേഫ് തനിയെ ശേഷിച്ച സംഭവം വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായത്തിൻ്റെ 9 വാക്യം. ഈ വീട്ടിൽ എന്നേക്കാൾ വലിയവനില്ല, നീ അവൻ്റെ ഭാര്യയാകയാൽ നിന്നെയല്ലാതെ മറ്റ് യാതൊന്നും അവൻ എനിക്ക് വിരോധിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു. യോസേഫ് തനിയെ ശേഷിച്ചപ്പോൾ പാപം ചെയ്യുവാനുള്ള അവസരം യോസേപ്പിൻ്റെ മുമ്പിൽ വന്നു. അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ യോസേപ്പ് പറയുകയാണ്, ഈ മഹാദോഷം പ്രവർത്തിച്ച് ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെ? പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ തനിയെ ശേഷിക്കുമ്പോൾ, പാപത്തിൻ്റെ പ്രലോഭനങ്ങൾ നമ്മെ തേടി വരുമ്പോൾ, തനിയെ ശേഷിക്കുമ്പോൾ പാപം ചെയ്യാതെ നാം നമ്മെ തന്നെ സൂക്ഷിക്കണം എന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തനിയെ ശേഷിച്ച സംഭവം വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. മത്തായി സുവിശേഷം 26 അധ്യായത്തിൻ്റെ 39 വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ് വീണു. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല, നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തനിയെ ശേഷിച്ചപ്പോൾ യേശു ചെയ്തത് പിതാവിനോട് പ്രാർത്ഥിക്കുകയാണ്. 5000 പുരുഷന്മാരെ കർത്താവായ യേശു ക്രിസ്തു പോഷിപ്പിച്ചിട്ടുണ്ട്. ഒത്തിരി ആളുകളെ, ആയിരക്കണക്കിന് ആളുകളെ കർത്താവായ യേശു ക്രിസ്തു സൗഖ്യമാക്കിയിട്ടുണ്ട്. കർത്താവിന് ശിഷ്യന്മാർ അനവധിയുണ്ട്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധിയിൽ കർത്താവായ യേശു ക്രിസ്തു തനിയെ ശേഷിച്ചു. തനിയെ ശേഷിച്ചപ്പോൾ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കുകയാണുണ്ടായത്. പ്രിയപ്പെട്ടവരെ, നാം തനിയെ ശേഷിക്കുമ്പോൾ നാം ചെയ്യേണ്ട കാര്യമാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. യോഹന്നാൻ അപ്പോസ്തലൻ തനിയെ ശേഷിച്ച സംഭവം വിശുദ്ധ വേദപുസ്തകത്തിനകത്തുണ്ട്. വെളിപ്പാട് പുസ്തകം 22 അധ്യായത്തിൻ്റെ 20 വാക്യം. ഇത് സാക്ഷീകരിക്കുന്നവൻ, അതേ, ഞാൻ വേഗം വരുന്നു എന്നരുളി ചെയ്യുന്നു. ആമേൻ, കർത്താവായ യേശുവേ വരണമേ. യോഹന്നാൻ തനിയെ ശേഷിച്ചപ്പോൾ, പത്മോസ് എന്ന് പറയുന്ന ഏകാന്ത ദ്വീപിൽ യോഹന്നാൻ അപ്പോസ്തലൻ തനിയെ ശേഷിച്ചപ്പോൾ എന്താണ് യോഹന്നാൻ അപ്പോസ്തലൻ ചെയ്തത്? പ്രത്യാശയാൽ ഹൃദയം നിറയപ്പെട്ടവനായി സ്വർഗത്തിലേക്ക് നോക്കി ഇങ്ങനെ പറഞ്ഞു, കർത്താവായ യേശുവേ, അങ്ങ് വേഗം വരണമേ. പ്രിയപ്പെട്ടവരെ, നാം തനിയെ ശേഷിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ വർദ്ധിച്ച് കർത്താവായ യേശുവേ വേഗം വരണമേ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.